ഹായ് ഗേസ്, നമ്മള് കുറച്ച് ദിവസത്തിന് ശേഷം ഉണ്ടാകും കടപ്പുറത്തേക്ക് വന്നത്. ഇവിടെ ഇപ്പോൾ യെല്ലോ അലർട്ടും ഓറഞ്ച് അലർട്ടൊക്കെ ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കണം. നമ്മളെ തൃശ്ശൂർ ജില്ലയിലെ കടപ്പുറം പഞ്ചായത്തിൽ അഞ്ചങ്ങാടി വളവാണ്ടായി കാണുന്നത്. ഇത് കണ്ടില്ലേ, ഇവിടെയൊക്കെ കംപ്ലീറ്റ് തകർന്ന് കിടക്കാണ്. കടൽ വല്ലാതെ കൂടുതലാണ്. നമ്മൾ സീസണിൽ ഇവിടെ എന്താ പറയുക, മീൻ പിടിക്കാൻ വരുന്ന ഒരു സ്ഥലമാണ് ഈ കാണുന്നത്. ഇവിടുന്ന് ഒരുപാട് അങ്ങോട്ട് ഇറങ്ങിപ്പോയിട്ടാണ് നമ്മൾ ഫിഷിങ് ചെയ്തിരുന്നത്, മീൻ പിടിച്ചിരുന്നത് കേട്ടോ. അപ്പോൾ പക്ഷേ കടൽ ഭയങ്കര കൂടുതലെന്ന് വെച്ചാൽ വളരെയധികം കൂടുതൽ. കണ്ടില്ലേ, തിരമാലകൾ വരുന്ന വരവാണ് ഈ കാണാം. ആർത്തലറിക്കൊണ്ടാണ് തിരമാലകൾ വരുന്നത്. കടൽ കാണാൻ മാത്രം ഉണ്ട്. അതുണ്ടാ അത് അവരെ രണ്ടുപേരെ നനച്ച് അവർ കോട്ടിട്ടിട്ട് നിൽക്കണം. നമ്മൾ കോട്ടിട്ടിട്ടില്ല. ഏത് നിമിഷവും കടൽ വന്ന് ഇതേപോലെ അടിക്കാവുന്നതേ ഉള്ളൂ. കണ്ടില്ലേ, കല്ലിൻ്റെ പുറത്തേക്കൊക്കെ വരുന്നുണ്ട്. കടൽ കാണുകയാണെങ്കിൽ ഇപ്പം കാണാം. പക്ഷെ നമ്മളൊരാളെയും പ്രൊമോട്ട് ചെയ്യണില്ല. ഒരാൾ ഈ സമയത്ത് കടപ്പുറത്തേക്ക് വരാനേ പാടില്ല. കാരണം എന്താ വെച്ചാൽ അത്രയധികം എന്താ പറയുക, ഏത് നിമിഷം എന്തും സംഭവിക്കാം. ഏത് നിമിഷവും കടൽ കയറാം. അത് അവിടെയൊക്കെ കയറിയിട്ടുണ്ട്. അപ്പം കടൽ അത്രയ്ക്കും അപകടത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ആരും കടപ്പുറത്തേക്ക് വരരുതെന്ന് തന്നെയാണ് പറയുന്നത്. ഒരാളും കടപ്പുറത്തേക്ക് ഈ സമയത്ത് കടൽ കാണാൻ വരരുത്. കാരണം അപകടം എന്തും സംഭവിക്കാം. അപ്പം നമ്മളത് ആദ്യം മുൻകൂട്ടി പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ കാണിക്കുന്നത്. പക്ഷെ കടൽ കാണാൻ ഒരു ഭംഗി ഇപ്പോഴും ഉണ്ട്. ഇനി കണ്ടില്ലേ, നമുക്ക് കാണുമ്പോൾ ഇതൊരു ഭംഗിയാണെങ്കിൽ കൂടി കണ്ടില്ലേ, കരയിലേക്കാണ് ഈ അടിച്ചു കയറിയത്. കടൽ കാണുമ്പോൾ ഭംഗിയായും കൂടി ഇവിടെ ഈ കടലിൻ്റെ ഈ തീരത്ത് താമസിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരുടെ കാര്യമാണ് വളരെ കഷ്ടം. കണ്ടില്ലേ, ഇവിടെ ഒന്നും ഈ വീടുകളിലൊന്നും ആളുകളില്ല. പക്ഷെ എന്നാൽ ഇതിന് കുറച്ചപ്പുറത്തൊക്കെ ഒരുപാട് വീടുകൾ കടലിൻ്റെ സൈഡിലുണ്ട്. അവരൊക്കെ ഇപ്പോൾ മാറിപ്പോകേണ്ട അവസ്ഥയാണ്. കിടപ്പാടം വിട്ട് പോണവർ. കാരണം അവരുടെ ഫാമിലി വീടുകളിലൊക്കെ ഇപ്പം ഒരുവിധ ആൾക്കാരൊക്കെ മാറിയിട്ടുണ്ടാവും. കാരണം ഏത് നിമിഷവും കരയിലേക്ക് അടിച്ച് കയറാം. ഏത് നിമിഷം വേണമെങ്കിലും വീട് തുറന്നു കൊണ്ടുപോകാം. തുരപ്പൻ തിരമാലകൾ, അങ്ങനെ എന്തെല്ലാം തിരമാലകൾ കണ്ടില്ലേ. പക്ഷെ കണ്ടു കഴിഞ്ഞാൽ എന്താ പറയുക, പേടിയും ആജാതി തിരമാലകളാണ്. അങ്ങ് ദൂരെ നിന്ന് പോലും തിരകൾ പൊട്ടിയിട്ട് ഇങ്ങനെ വരുന്നു. നേരെ അടിച്ച് കയറണി കാണട്ടാ. ഇതണ്ട ആ ഒരു തെങ്ങ് കണ്ട, ഏത് നിമിഷവും ആ തെങ്ങ് വീഴും. കാരണം ആ തെങ്ങിൻ്റെ അടിയിലെ മണ്ണ് കംപ്ലീറ്റ് പോയിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ തൊട്ടപ്പുറത്ത് നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഭിത്തി കെട്ടിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് അവിടേക്ക് വലിയ പ്രശ്നങ്ങളില്ല. കഴിഞ്ഞ തവണ നമ്മൾ ആ ബിൽഡിങ്ങിൻ്റെ അടി വരെ കടൽ കയറി വന്നതാണ്. പക്ഷെ ഇപ്രാവശ്യം അവിടെ കല്ലുകളൊക്കെ ഇട്ട് കെട്ടിക്കൊണ്ട് അവിടെ യാതൊരു പ്രശ്നവുമില്ല. പക്ഷെ എല്ലാ ഭാഗവും കിട്ടിയിട്ടില്ലല്ലോ. മറ്റുള്ള ഭാഗങ്ങളൊക്കെ ഇതുപോലെ കിടക്കണം. വളരെ ശോചനീയാവസ്ഥയാണ്. കാരണം കല്ലുകൾ ഇട്ടതെല്ലാം വലിയ കല്ലുകൾ ഇറക്കിയതാണ് ഈ കാണുന്നത്. കോട്ടിക്കായ പോലെ ആയിട്ട് കണ്ടില്ലേ. ഞാൻ അല്പം ബാക്കിലേക്ക് മാറിയിട്ടാണ് നിൽക്കണം ഓരോ തവണ. കാരണം എന്താ വെച്ചാൽ കടല് എന്താ പറയുക, ദൂരെ നിന്ന് തന്നെ തിരകൾ പൊട്ടിയിട്ടാണ് വരുന്നത്. നല്ല ഉയരത്തിൽ. ഏത് നിമിഷം വേണേലും ഒരു തിരമാല കയറി കഴിഞ്ഞാൽ നമ്മൾ നനഞ്ഞു പോകും. കണ്ടില്ലേ, ആ നിലക്കാണ് കടൽ. വളരെ എന്താ പറയുക, ക്രോധ മനോഭാവം പൂണ്ടിട്ടാണ് നിൽക്കുന്നത്. വലിയ ദേശത്തിലാണ് നിന്നത്. കണ്ടില്ലേ. പക്ഷെ എത്ര നോക്കി നിന്നാലും മതി വരില്ല. പക്ഷെ ഇവിടെ നമ്മളെ എന്താ പറയുക, ഒരുപാട് വീടുകളുണ്ടായിരുന്ന സ്ഥലങ്ങളാണ് ഇപ്പോൾ ഈ കടൽ കയറി കാണുന്നത്. ഇവിടെ പണ്ട് ഒരുപാട് വീടുകളുണ്ടായിട്ടേ. ഇതിൻ്റെ ഈ ഒരു പടിഞ്ഞാറ ഭാഗത്ത്, അതായത് ഈ കല്ല് കിടക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് ഒരുപാട് കൃഷി സ്ഥലങ്ങളുണ്ടായിരുന്നു. നെൽകൃഷി പോലെ, അതുപോലെ കപ്പ കൃഷി, നമ്മളെ കൊള്ളിക്കിഴങ്ങ്, ആ വക കൃഷികൾ എല്ലാം ഉണ്ടായിരുന്ന ഒരു ഭാഗമാണ് ഈ കാണുന്നത്. ഏക്കർ കണക്കിന് ഭൂമിയുള്ള ആളുകൾ പോലും ഇവിടുന്ന് അവസാനം പോകേണ്ടി വന്നിട്ടുണ്ട്. കാരണം ആ വീടുകളൊക്കെ, ആ സ്ഥലങ്ങൾ കംപ്ലീറ്റ് കടൽ കൊണ്ടുപോയി. കണ്ട, എന്താണ് ഈ കാണുന്നത്. നമുക്ക് അധികം അടുത്ത് ചെന്ന് എടുക്കാൻ പറ്റില്ല. കാരണം എന്തായാലും ഏതെങ്കിലും കടൽ കയറി വന്നിട്ടുണ്ടെങ്കിൽ മൊത്തം നനയും. ചിലപ്പോൾ മൊബൈൽ പോവും. അപ്പം അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് അകലെ നിന്നിട്ട് എടുക്കണം കേട്ടോ. കണ്ടില്ലേ, ഇതാ അങ്ങ് അഴിമുഖമാണ് അറ്റത്ത് കാണുന്നത്. അവിടെ മുതൽ നമ്മുടെ ഇതൊരു അഞ്ചങ്ങാടി വളർന്ന് ഇവിടെ ഫുള്ള് കരയിലേക്കാണ് നിൽക്കുന്നത്. ഇതുപോലെ തന്നെയാണ് നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട്. അതുപോലെ തന്നെ ബീച്ചിലേക്കും ഈ സമയത്ത് ആരും കാണാൻ വരരുതെന്നാണ് പറയാനുള്ളത്. കാരണം ഈ ഒരു കടലിൻ്റെ ഈ ഒരു ഇളക്കം ബീച്ചിലും എല്ലായിടത്തും ഉണ്ട്. അതുകൊണ്ട് ആരും വരരുത്. കാരണം ആകെ പ്രശ്നങ്ങളാണ്. കടൽ മൊത്തത്തിൽ ഇളകി നിൽക്കുകയാണ്.
ശക്തിയായ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. കിലോമീറ്ററുകൾക്കപ്പുറത്ത് പോലും ഇതിൻ്റെ ഈ കടലിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. രണ്ട് തരം ശബ്ദമാണ്. ഒന്ന് കല്ല് ഇടിവെട്ടുന്നതിൽ പോലെയുള്ള ശബ്ദങ്ങളുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഈ കടലിൽ ഇട്ടിട്ടുള്ള ഈ കല്ലുകൾ കൂട്ടിടിക്കുന്ന ശബ്ദം. അത്രയും ശക്തിയായ തിരമാലകൾ വരുമ്പോൾ കംപ്ലീറ്റ് കല്ലുകൾ കൂട്ടിടിക്കുകയാണ്. ആ ശബ്ദങ്ങളും അതുപോലെ തന്നെ കടലിൻ്റെ ആ ഒരു അലർച്ചയും ശരിക്ക് കിലോമീറ്ററുകൾ കിഴക്ക് ഭാഗത്തേക്ക് പോലും ഇതിൻ്റെ ഈ ഒരു ശബ്ദം കേട്ടുകൊണ്ടിരിക്കണം. വളരെ വളരെ ഇളകി കടലിളകി മറിഞ്ഞുകൊണ്ടിരിക്കണം. ശക്തിയായ കടലുണ്ടാവും. ഇതാണ് ഇനി ഞാൻ നമ്മുടെ എന്താ പറയുക ഇനി നമ്മൾ പറഞ്ഞു പോകാനായ ആ തെങ്ങിൻ്റെ അവസ്ഥ ഒന്ന് കാണിച്ചു കേട്ടോ. നിർത്താതെ പെയ്യുന്ന മഴയാണ്. ഇപ്പോൾ അതേ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്കിങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ തന്നെ സാധിച്ചത്. കല്ലടിക്കുന്ന കല്ലുകൾ കൂട്ടിയിടിക്കുന്ന ശബ്ദം ഉണ്ടാകും കൂടുതലായിട്ട് കേൾക്കുന്നത്. ഇടി വെട്ടുന്നതല്ലത്. ഇപ്പം മഴ അല്പം കുറഞ്ഞത് കൊണ്ടാണ് നമുക്കൊരു വീഡിയോ എടുക്കാൻ പറ്റിയത്. മഴ വീണ്ടും അടുത്ത മഴ വരുന്നുണ്ട്. ആ വീടിൻ്റെ ആ ഒരു ഭാഗം കംപ്ലീറ്റ് പോയിട്ടുണ്ടാവും. അടിഭാഗം ഇനി നമ്മളൊരല്പം സൂം ചെയ്ത് കാണിച്ചു തരട്ടോ കടലിൻ്റെ അങ്ങ് ദൂരത്തെ അവസ്ഥ. ആണോ അങ്ങ് ദൂരെ പോലും കടൽ ഇളക്കി മറിയണേ കാണുന്നത്. അയ്യോ നനഞ്ഞില്ല എന്നുള്ളൂ, ജസ്റ്റ് മിസ് ചെയ്തിരുന്നിട്ടാ. അല്ല ഇനി അധികം നേരം എന്താ മിസ്സാവൂല എന്നുള്ള എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം എന്താ വെച്ചാൽ അതിലും വലിയ തിരമാലകൾ ഇനി വന്നു കയറും. ചിലപ്പോൾ മൊത്തം നനയാൻ സാധ്യതയുണ്ട് അടുത്തത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ദുആ ചെയ്യുക പ്രകൃതിക്ഷോഭങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട്. കാരണം വയനാട് ഒരു വലിയൊരു അപകടം നടന്നിട്ട് 1 വർഷം തികയാൻ പോകുന്നു. അപ്പോൾ അത്തരത്തിലുള്ള എന്താ പറയുക പ്രകൃതിക്ഷോഭങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടി എല്ലാവരും ദുആ ചെയ്യുക, അത്രേ പറയാനുള്ളൂ. കണ്ടില്ല അപ്പോൾ ഈ വീഡിയോ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യണ്ട. ഓക്കെ, ബൈ ബൈ.